യെസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ കാണാൻ പോകുന്നത് ഡേവ് ഡി ടെയിൽ ടോക്സ്. ഇപ്പോൾ നമ്മുടെ ദുബായ് വിശേഷങ്ങൾ പോയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ബുർജ് ഖലീഫ കണ്ടു, ഫ്രെയിംസ് കണ്ടു, അങ്ങനെ പലതും കണ്ടു. പക്ഷേ ഇതൊന്നും അല്ലാതെ ദുബായ് അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെർഫ്യൂംസാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. കാരണം നമ്മളുടെ പണ്ടൊക്കെ നമ്മളുടെ വീട്ടിൽ അടുത്തൊക്കെ ഉള്ള ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ റോയൽ മിറാജിൻ്റെയൊക്കെ സ്പ്രേ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് തരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. വേറെ എന്തൊക്കെ തന്നാലും സ്പ്രേ തന്നാലേ നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ മലയാളികളുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ പെർഫ്യൂംസിൻ്റെ ഒടുക്കത്തെ ആരാധകനാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ കയ്യിൽ വ്യത്യസ്തമായ, ഇതൊരു ജാടയ്ക്ക് പറയല്ല, വ്യത്യസ്തമായ ഒരുപാട് പെർഫ്യൂംസ് എൻ്റെ കയ്യിലുണ്ട്, പല സ്മെല്ലുള്ള. അപ്പോൾ എവിടെ പോയാലും ഞാൻ മേടിക്കും. അത് ഞാൻ ആർക്കും കൊടുക്കില്ല, കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഞാൻ ദുബായിൽ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഞാൻ കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ എത്തണമെന്ന് ആഗ്രഹിച്ച് ഞാനിപ്പോൾ ദുബായിൽ ദേറയിൽ വന്നിരിക്കുകയാണ്. നമ്മളുടെ സ്വന്തം യൂസഫ് ഭായ്, ഗന്ധർവൻ എന്നൊക്കെ പറയണ പോലെ സുഗന്ധങ്ങളുടെ രാജകുമാരൻ, നമ്മളുടെ സ്വന്തം യൂസഫ് ഭായിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ്. വ്യത്യസ്തമായ വിലകളിലുള്ള ഗംഭീര സാധനങ്ങൾ പുള്ളിയുടെ കയ്യിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് മോട്ടിവേഷൻസ് തരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കങ്ങ് പുള്ളിനെ ഇഷ്ടപ്പെടും. പുള്ളിയുടെ അറ്റയർ തന്നെ ഗംഭീരമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം. അധികം സമയം കളയാതെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപാട് സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ യൂസഫ് ഭായിയുടെ ഈ ഷോപ്പ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. കം ഓൺ. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഗംഭീര എപ്പിസോഡായിരിക്കും. തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ സുഗന്ധത്തിൻ്റെ രാജകുമാരൻ, നമ്മളുടെ സ്വന്തം യൂസഫ് ഭായ്. ഇന്ന് നമ്മൾ ഇക്കേനാണ് പരിചയപ്പെടാൻ പോകുന്നത്. യൂസഫ് ക എല്ലാവരും ഇതിനു മുമ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഗംഭീര മനുഷ്യനാണ്. ഈ സുഗന്ധം ഇതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതൊക്കെയാണ് നമുക്കിന്ന് കേൾക്കേണ്ടത്. കുറേ കാര്യങ്ങൾ നമുക്കിന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. കമോൺ ഇക്ക, നമസ്കാരം. നമസ്കാരം. ഒന്ന് ആദ്യം പറയേണ്ടത് ലുക്ക്. ഒരു രക്ഷയില്ല. ആ താടിയും ആ ഹാറ്റും തൊപ്പിയും എല്ലാം കൂടി ഒരു ഗംഭീര ലുക്കാണ്. അതെന്താണെന്നറിയോ? ലവ് മൈ സെൽഫാണ് നമ്മളുടെ ഇത്. ഓക്കെ. പിന്നെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി കോൺഫിഡൻസ് തരാന്നുള്ളത്. അതെ. അപ്പൊ സുഗന്ധം പരത്തുന്ന എനിക്ക് കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് ഉണ്ടായി കൊടുക്കുക? ആ കോൺഫിഡൻസ് ആണ് എൻ്റെ ഈ ലുക്കിന്റെ കാര്യം. ഞാൻ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു എൻ്റെ എപ്പോഴും ഞാൻ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ സുഗന്ധം ഇങ്ങനെ ഒരുപാട് സുഗന്ധം ഓരോ ദിവസം ഡിഫറെന്റ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. തലവേദന എടുക്കില്ലേ? ഒരിക്കലും ഇല്ല. ആണോ? കാരണം നമ്മളൊരു ജോലിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതിനോട് പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ പ്രണയിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ ഏറ്റവും നിസ്സാരമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, മണമാണ് ലൈഫ്. അതെ. മണം എന്ന് നിൽക്കുന്നോ നിങ്ങളുടെ ലൈഫ് നിൽക്കും. അതായത് ഇത് ക്ലോസ് ആയി. കറക്റ്റ്. ഞാൻ ഇതിൽ കൂടി എല്ലാ മണങ്ങളും ഇപ്പം ഈ വെറും ഓൺലി ഫ്രാഗ്രൻസ് അല്ല, ഓരോ ക്യാരക്ടർ പോലും ഓരോ മണങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കൊരിക്കലും ഞാൻ സുഗന്ധം പരത്തുന്ന ആളാണ്, സുഗന്ധമായ ചിന്താഗതിയാണ്. അപ്പോൾ അതിനോട് എനിക്കൊരിക്കലും വെറുപ്പില്ല. ഞാൻ ഇനിയും മുന്നോട്ട് ഈ ഫ്രാഗ്രൻസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ലോകത്ത് വെറുതെ ഒരു ചോദിക്കുക, എത്ര ഫ്രാഗ്രൻസ് ഉണ്ട് വെറുതെ? അതായത് ലോകത്ത് എത്ര കളറുകളുണ്ട്, എത്ര നമ്പറുകളുണ്ടെന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ ഈ ഫ്രാഗ്രൻസ് പറയാം. അതായത്
ലോകത്തെ എല്ലാ മനുഷ്യജീവികൾക്കും ഡിഫറെന്റ് സ്മെല്ലാണെന്നുള്ളത് ഒരു ഏകദേശം നമ്മളൊരു പോലീസ് നായ പോയിട്ട് ഓരോ വ്യക്തിനെ കണ്ടുപിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ മനുഷ്യർക്കൊക്കെ വെവ്വേറെ മണങ്ങളാണ്. അപ്പോൾ അതേമാതിരി ഓരോരുക്കും ഓരോ മണങ്ങളാണ്. എല്ലാ സാധനങ്ങൾക്കും പ്ലാസ്റ്റിക്, വുഡ്, ലെതർ, എല്ലാം മണ്ണ്, നിങ്ങളുടെ എന്ത് സ്കിന്ന് എല്ലാത്തിനും മണങ്ങളാണ്. മണങ്ങളുടെ എത്ര ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രേറ്റ്. അതേപോലെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്, ഒരു മകൻ ഒരു അമ്മ മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു അമ്മയുടെ ഒരു ഡ്രസ്സുമായിട്ട് വന്നിട്ട് ആ മണമുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു എന്ന് ഞാൻ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ. അത് മകൻ അമ്മയുടെ മണം കൊണ്ടുവന്നതും ഹസ്ബൻഡിന് മണം കൊണ്ടുവന്നതും ഒരുപാട് ചരിത്രമുണ്ട്. ഇപ്പോൾ ഏറ്റവും നിസ്സാരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് ബിഫോർ 3 days നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഒരു അറബി പെണ്ണിൻ്റെ, അത് നമ്മൾ നല്ല അറബി ഡ്രസ്സിൽ അബായയിൽ പുകയച്ചിരിക്കുന്ന ബഹൂറും അതിലൊരു മണമുണ്ട്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മോ, ഒരു ഡ്രസ്സിലുള്ള സ്മെല്ല് കൊണ്ടുവന്നിട്ട്, കാരണം അത് ഏത് സ്മെല്ലാന്ന് അറിയില്ല, അപ്പോൾ അത് യൂസഫ് ഭായിനെ മണപ്പിച്ചിട്ട് അത് കണ്ടെത്താൻ ഗംഭീരം. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം രൂപം. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ സ്മെല്ല് ചെയ്ത് ഇങ്ങനെ മണം അതങ്ങനെ തിരഞ്ഞെടുക്കലാണ് നമ്മൾ. അതിലാണ് ഞങ്ങൾ ഒരുപക്ഷെ ദൈവം സഹായിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് ആദ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ മണങ്ങളെ, അതായത് മരിച്ചു പോയവരുടെ മണങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾക്ക് എന്തെന്ന് പറയാം, ഒരാളുടെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സ്മരണകളാണ്. സത്യം. ആ സ്മരണകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സക്സസ് ആവുന്നതിൽ ഞാൻ അൽഹംദുലില്ലാഹ് ഹാപ്പിയാണ്. അതിൽ ഞാനല്ല, എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി ഇത് ചെയ്യുമ്പോഴാണ് ആ റിസൾട്ട് ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഒരു ഷോപ്പാണ്. പക്ഷേ യൂസഫ് ക ഇവിടെയല്ല, യൂസഫ് കയുടെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിലാണ്, ഒരു ചെറിയ ഷോപ്പിലാണ് നിൽക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു കാര്യം? നോർമലി എല്ലാവരും അവിടെ ആരെങ്കിലും നിർത്തിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയുള്ളൂ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അതായത് നമ്മൾക്ക് ഒരുപാട് കാലങ്ങൾ നമ്മളതിന് പറയില്ല, തറവാടിലൊരു കാർന്നവരായിട്ടാണ് ഇത്. മക്കൾ, ന്യൂ ജനറേഷൻ, എൻ്റെ മക്കളും നോക്കുന്നു, അവരെല്ലാവരുമായിട്ട് നോക്കുന്നു. അവർക്ക് അതിൻ്റെ ടാലൻറ്റും അവരുടേതായ ഇതുണ്ട്. എവിടെയാണ് സാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. എനിക്ക് അതിനോടാണ് അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള മണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ മണമാണ്. മണ്ണിൻ്റെ മണമാണെന്ന് വെച്ചാൽ യഥാർത്ഥ മനുഷ്യൻ്റെ മണം. അത് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് വന്ന വഴികളും പോയ വഴികളും മറക്കാതെ ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിനേറ്റവും ഇങ്ങനെ ഒരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞങ്ങളിപ്പോൾ ഒരുപാട് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ആസ് എ ബ്രാൻഡ് എന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് UK അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരക്കണം എന്നുള്ളതാണ്. പരിമളം പരക്കട്ടെ എന്നുള്ളതാണ്. എല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കട്ടെ, എല്ലാവരും നല്ല മണങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. ഏറ്റവും ഒരു ഞാൻ വിലയല്ല ഉദ്ദേശിക്കുന്നത്, എമൗണ്ട് അല്ല, ഏറ്റവും വിലപ്പെട്ട ഒരു സ്മെല്ല് അല്ലെങ്കിൽ കണ്ടെത്തിയത് എപ്പോഴാണെന്നോ എന്താണെന്നോ ഓർമ്മയുണ്ടോ? ഏതെങ്കിലും മരിച്ചു പോയ വ്യക്തികളുടെ ഒരുപാട് ഹോളിവുഡും ബോളിവുഡ് സ്റ്റാറുകൾക്ക് വരുന്നിട്ട് അവർക്ക് പെർഫ്യൂം ഉണ്ടാക്കിയത് അവർ സാറ്റിസ്ഫൈഡ്. അതിനേക്കാൾ എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചുപോയവരുടെ ഓർമ്മകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ആ പെർഫ്യൂം റീക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഒരു പക്ഷേ ഒരു സാധാരണ കുടുംബത്തിലത്തെ നമ്മളെ ഹഗ് ചെയ്യാൻ പോലും പാടില്ലാത്ത കുടുംബത്തിലത്തെ അവർ അത് നമ്മളെ ഹഗ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആനന്ദശ്രം ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ആ ഡ്രോപ്പ് ഓഫ് കണ്ണുനീര്, അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പെർഫ്യൂം. അതായത് ഏറ്റവും നല്ല സ്മരണകളുള്ള ആ ഡ്രോപ്പ് ഓഫ് കണ്ണുനീര്, അതാണ് ഏറ്റവും നല്ല പെർഫ്യൂം. ഇനി അടുത്തത്, ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും വില കൂടിയ, ഇത് എമൗണ്ടാണ്, വില കൂടിയ പെർഫ്യൂം അല്ലെങ്കിൽ ആ മണം ഏതാണ്? മണമല്ല, സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബർ ഏറ്റവും വില പിടിച്ചതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ മെസ്ക് വരും, ചില മെസ്കുകൾ. പിന്നെ ഊത്. പക്ഷെ ഊത് ഒരു ഡ്രോപ്പ്, അതായത് ഒരു അരത്തോല പോലും നമ്മൾക്ക് ഇന്ത്യൻ മണി നമുക്ക് 25,000 റുപ്പീസൊക്കെ, അതായത് അരത്തോല എന്ന് പറയും.
എന്ന് പറയുമ്പോൾ ഏകദേശം അരത്തോല എന്ന് പറഞ്ഞാൽ ഒരു 6 മില്ലി ഏതാണ് അരത്തോല വരെ. 6 മില്ലിക്ക് 25,000 രൂപ, 25,000 റുപ്പീസ് വില വരുന്നതാണ് ശരിക്കും ഊതിൻ്റെ ഇത്. അത് കംബോഡിയൻ, ഇന്ത്യൻ, സ്യൂഫി എന്നൊക്കെ പറഞ്ഞ പല പേരുകളുണ്ട്. അത് ഓരോ ഫീൽഡിൽ ഇറങ്ങുമ്പോഴാണ് നമ്മൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിത് ചോദിക്കാമോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ചോദിക്കാം. ഈ പെർഫ്യൂം കമ്പനികൾക്ക് യൂസഫ് ഭായ് ഒരു വെല്ലുവിളിയാണോ? ഒരിക്കലും അല്ല. കാരണം അവര് ഭയങ്കര എമൗണ്ട് ഒക്കെ മുടക്കി, അവര് ബ്രാൻഡ് വാല്യൂ ആണ്, വേറെ ഒന്നുമല്ല, നമുക്കറിയാം. ആ ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരനും റീച്ചബിൾ ആയ രീതിയിൽ വിലയിൽ യൂസഫ് ഭായ് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് അവർക്കൊരു ഒന്നുമില്ല. അതെ, അതായത് ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബ്രാൻഡിന് ഒരിക്കലും നമ്മൾ ഇതാവുന്നില്ല. കാരണം എന്താ പറയുക, ലോകത്ത് മണം, അതായത് ഗന്ധങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കളറുകൾ, വെളിച്ചം, വെള്ളം, ഇതൊന്നും ആരുടെയും സ്വന്തമല്ല. അതായത് ഒരു മുല്ലപ്പൂവിൻ്റെ ഫ്രാഗ്രൻസിനൂടെ വേറൊരു ജാസ്മിൻ വേറെ മണം ചേർത്തു, അല്ലെങ്കിൽ സിട്രസ് വേറെ ചേർത്തിട്ട് നമ്മൾ മണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും എൻ്റെതാണെന്ന് സ്വന്തം എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഒരു കമ്പനിക്കും. അത് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നു. ഒരിക്കലും ഞാനൊരു കമ്പനിയുടെ ലോഗോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേത് ഉപയോഗിച്ചിട്ടോ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മണങ്ങൾ, അതായത് അതിനോടുള്ള ആ മണങ്ങളിൽ ടോപ്പ് നോട്ടിലും ബേസിലും മിഡിലും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഫ്രാഗ്രൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ചാലഞ്ചും. അത് മാത്രമല്ല, സാധാരണക്കാരനിൽ, അതായത് എല്ലാവരിലും സുഗന്ധങ്ങൾ എത്തട്ടെ, മണങ്ങൾ എത്തട്ടെ, പെർഫ്യൂം ലൈഫ് പാർട്ട് ഓഫ് ലൈഫ് ആകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ട്, ലോകത്ത് എല്ലാവരും മണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് പെർഫ്യൂമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ശരിക്കും ഞാൻ പറയുന്നത് പെർഫ്യൂമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ അടുത്തും മിഡിൽ ഈസ്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശരിക്കും മണങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ടത് നമ്മളായ കേരളീയ. കാരണം എന്താ പറയുക, പ്രസവിച്ച അന്ന് മുതൽ നമുക്ക് മണങ്ങളാണ്. നമ്മുടെ ചുറ്റുപാട് വേലിക്കട്ട്, നമ്മളെ ചെമ്പരത്തി, ഓരോന്നിനും മണം. അന്ന് തേക്കുന്ന എണ്ണകളിൽ മണമാണ്. വെളിച്ചെണ്ണ, ചെമ്പരത്തി, ആത്തിപ്പൊതി, മഞ്ഞൾ, എന്തൊക്കെ തേക്കുന്ന ആ ചെറുപ്പത്തിൽ മുതലും നമ്മൾ എല്ലാം പക്ഷെ അതിന് പെർഫ്യൂമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നില്ല, പറഞ്ഞ മനസ്സിലായോ? പക്ഷെ നമ്മൾ ഫ്രാഗ്രൻസ് ആയിട്ട് നമ്മൾ വളരെ കുറച്ച് പിന്നാക്കാണ്. അപ്പോൾ പക്ഷെ നമ്മളുടെ ചുറ്റും സുഗന്ധ മണങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഈ പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. അതിനെ ഏറ്റവും പറയാം, മണത്തിൽ ജീവിക്കുന്നവർക്ക് മണം തിരിച്ചറിയാൻ പറ്റുന്നില്ല. മണമില്ലാത്ത രാജ്യത്ത്, സുഗന്ധമില്ലാത്ത മരുഭൂമികളിൽ അവർ മനത്തെ തിരിച്ചറിഞ്ഞു. അതാണ് അതിന്റെ ഏറ്റവും നല്ല ഒരു സാധാരണ വേട്. മണമില്ലാത്ത രാജ്യത്ത് മണങ്ങളെ തേടി അവർ നടക്കുന്നു, മണമുള്ള രാജ്യത്ത് നമ്മൾ മണങ്ങളെ തിരിച്ചറിയുന്നില്ല. ലൈഫിൽ നിങ്ങൾ ഏത് മനുഷ്യരും ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളുടെ മൂക്ക് കൊണ്ടാണ്. പ്രേമങ്ങൾ ഉണ്ടാവുന്നത്, ഈവൻ സെക്സുകൾ പോലും നമ്മളുടെ ഫീലിംഗ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് കസ്തൂരി എന്നുള്ള ഫ്രാഗ്രൻസിന് ഏറ്റവും ഫേമസ് ആയെന്ന് പറയും? മാൻ പേട, അതിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുന്ന ഗന്ധത്തെയാണ് മെസ്ക്, കസ്തൂരി എന്ന് പറയുന്നത്. അതിന് നല്ല മണം. അതായത് ഒരു ആട് മറ്റൊരു ആടിൽ നിന്ന് കിട്ടുന്ന അതിനൊക്കെ സെക്സ് അപ്പീലാണ്. അതാണ് ശരിക്കുള്ള മണങ്ങൾ. അല്ലാതെ നമ്മൾ സുഗന്ധത്തെ മാത്രം ഓരോ വ്യക്തികളുടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഗന്ധമുണ്ടാവും, വയർപ്പിൻ്റെ മണം. ഒരുപക്ഷെ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആവട്ടെ, ഭാര്യക്കാവട്ടെ, ആർക്കാവട്ടെ, അവർക്ക് അതിനോടൊരു പ്രത്യേക ആ ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും അതാണ് എന്നെ തേടിയിട്ട് ചിലർ പറയുന്നത്, എനിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന പെർഫ്യൂമും അതും കൂടി ചേർന്നുള്ള മണങ്ങൾ വേണമെന്ന്. കാരണം അവര് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പോയാലും വീണ്ടും ആ സുഗന്ധം അവരുടെ കൂടെ ട്രാവൽ ചെയ്യും. ലോകത്ത് എന്തൊക്കെ ഇത് വന്നു കഴിഞ്ഞാലും ഇപ്പം നമ്മളുടെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ പഴയ ഈ മലയാള പാട്ടുകൾ, യേശുദാസിൻ്റെ ഒക്കെ പഴയ പാട്ട്, നമുക്ക് ആ കാലഘട്ടങ്ങളും ആ കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരും. നമ്മൾ നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക്. എനിക്ക് ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന അന്ന് സിനിമ തുടങ്ങാൻ കണ്ട ആ കാലഘട്ടങ്ങൾ, ആ വ്യക്തികൾ ഓർമ്മ വരും. അതേമാതിരിയാണ്, അതിനേക്കാൾ ഇതാണ് ഒരു ഈ മണം എവിടെയോ, ഇത് നമ്മളെ ആ മണങ്ങളാണ് യഥാർത്ഥത്തിൽ ശരിക്കുള്ള ആ സ്മരണകളാണ് ഏറ്റവും നല്ല സുഗന്ധം. ഇതാണ് ചരിത്രം. എല്ലാ പെർഫ്യൂമും എല്ലായിടത്തും കിട്ടും. പക്ഷെ ഈ കാണുന്നതുണ്ട്, ഇത് ഓരോരുത്തരുടെ ജീവിതങ്ങളാണ്. നേരത്തെ പറഞ്ഞ സ്മരണകളാണ്. ഇത് ഓരോരുത്തരുടെ നമ്പറുകൾ,
ഓക്കെ ഓക്കെ. ഓരോരുത്തരുടെ മൊബൈൽ നമ്പർ ഇതിൽ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. എന്നിട്ട് സാമ്പിൾ ആ ബോട്ടിലിൽ നിന്ന് ഞങ്ങൾ ഇത് കളക്ട് ചെയ്ത് വെക്കും. ഈ മണങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരുപാട് ജീവിതങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് മണങ്ങൾ ഇതിൽ മരിച്ചു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നതുണ്ട്. 30-40 കൊല്ലങ്ങൾ പഴക്കമുള്ള കളക്ഷനിൻ്റെ ഓരോരുത്തരുടെ ഓർമ്മകളാണ് ഈ കാണുന്നത്. ഇതാണ് ഇത് തേടി കണ്ടുപിടിക്കലാണ് ഞങ്ങൾ ഒരു പക്ഷെ മറ്റുള്ളൊരു വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ സെയിം ഫ്രേഗ്രൻസിനുള്ള ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ശ്രമിക്കാം, നമുക്ക് കഴിവിൻ്റെ പരമാവധി. ഇത് എവിടുന്ന് മേടിച്ചാ? ഇത് ഓൾറെഡി ഫുള്ളുണ്ടല്ലോ, പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ആണ്. ഡിസ്കണ്ടിന്യൂ ചെയ്തു. ശരി. കാരണം ഞാൻ ഇപ്പോൾ കാലത്ത് മുതൽ പെർഫ്യൂം ഉണ്ടാക്കിയ മണങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മൈൽഡായി നമുക്കുണ്ടാക്കാം. ഓക്കെ. ഇത് രണ്ടെണ്ണം. ഞാൻ എന്തായാലും ഇവിടുന്ന് കുറേ പെർഫ്യൂംസ് എന്തായാലും ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, ഈ ഒരു അറ്റയർ, ഈ താടിയൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനൊരു ഇതെപ്പോഴാണ് ഈ ഒരു ഐഡിയയിലേക്ക് വരുന്നത്? ഞാൻ ലുക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ചോദിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയാം എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഇതൊക്കെയാണ്. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നെയാണ്. സ്വന്തം എല്ലാവരും അതെ. പക്ഷെ നമ്മൾ പുതിയ തലമുറക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ചായ കുടിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫ്യൂം ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു മ്യൂസിക് കേൾക്കുക, ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടൂറ് പോകാം. പക്ഷെ ഇതെല്ലാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിനോട് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാലോ ജീവിതകാലം നിങ്ങൾക്ക് ഹാപ്പി ആവാനുള്ള. ഗ്രേറ്റ്. ഇപ്പോൾ ഡേവിഡ് ടെയിൽ ടോക്സിൻ്റെ ഞാൻ പെർഫ്യൂംസിനേക്കാൾ ഉപരി ഞാൻ യൂസഫ് ഖാന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഒരു ഗംഭീരമാണ്. അത് സുഗന്ധത്തിനേക്കാളും വലുതാണ്. യൂസഫ് ഖാൻ നമ്മളുടെ ദുബായിൽ ദേറയിലാണ് നമ്മളുടെ ഗോൾഡ് സൂക്കിന്റെ തൊട്ടടുത്ത് ദേറ ഗോൾഡ് സൂക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണെന്നാണ് യൂസഫ് ഖാൻ പറയണത്. ഇവിടെ വരണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു ഗംഭീര മനുഷ്യനും കൂടിയാണ്. ഇത് ഇവിടെ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ തേടി അപ്പുറത്ത് പോയി കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് വേണം പോകാൻ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അത് നമ്മൾക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് വേറെ ലെവലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എൻ്റെ കൂടെ. കാരണം നല്ല തിരക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും, കാരണം നമുക്ക് അവരൊന്നും സൈലൻ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും നല്ല തിരക്കുള്ള സമയത്ത് എനിക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിന് വലിയ നന്ദി. അതേപോലെ തന്നെ എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം എന്തെങ്കിലും ഉണ്ടാക്കി. തീർച്ചയായിട്ടും. ബോട്ടിൽസ് പല ഇതിലുണ്ടല്ലേ, ഓരോ റേറ്റ്. നോർമലി നമ്മൾ ഇവിടെ 90 പിന്നെ 70 ദിറംസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കും. 90 ആണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് 90 ദിറംസ് ആണ് ഒരു ബോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ സ്മെല്ലിനനുസരിച്ച് മാറും. സ്മെല്ലിനനുസരിച്ചിട്ട് പിന്നെ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഓ, അത് ലോക്ക് ചെയ്യണം അല്ലേ?
ഗംഭീര സ്മെല്ല് കേട്ടോ. പക്ഷേ കസ്റ്റമർ കസ്റ്റം മെയ്ഡ്. പക്ഷെ നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഫ്രഷ് ആണല്ലേ. ഇതിനെന്താണ് ഒരു പേര് എന്ന് പറഞ്ഞാൽ നമ്മളൊരു, അതായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതായത് ഫ്രഷ് നോട്ട് പറഞ്ഞപ്പോൾ ഓരോ മൂഡിനനുസരിച്ച് ക്രിയേറ്റീവ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഇത് ഇരിക്കും തോറും ഇനി നന്നായിക്കൊണ്ടിരിക്കും. ഇത് 4 ദിവസം 5 ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക, ചില്ല് ചെയ്തിട്ട് 4-5 ദിവസം ഫ്രിഡ്ജിൽ വെക്കണം. ഇവിടുന്ന് ഏത് മേടിച്ചാലും ഏത് പെർഫ്യൂം മേടിച്ചാലും നിങ്ങൾ കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ്, മനസ്സിലായി, കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ് നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം വെക്കണം. വച്ചതിന് ശേഷമാണ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. പിന്നെ പെർഫ്യൂം ഇരിക്കും തോറും നന്നാവുക ചെയ്യാം. കൂടുതൽ എല്ലാ പെർഫ്യൂമുകൾക്കും ഫ്രാഗ്രൻസിന് ഒരു റേഞ്ച് ഉണ്ട്. അല്ലാതെ നമ്മളും ഒരു പെർഫ്യൂം നമ്മൾ അടിച്ചിട്ട് പുറത്ത് പോകണതിനൊക്കെ നമ്മൾ അതിന് 3 ദിവസം 4 ദിവസം എന്നൊക്കെ വെറുതെ പറഞ്ഞ ആൾക്കാരെ വെറുതെ ചെയ്യണം. സാധാരണ ഒരു 8 മണിക്കൂർ 6 മണിക്കൂറൊക്കെയാണ് അതിൻ്റെ പെർഫ്യൂമിൻ്റെ നിലനിൽക്കുക. അതൊക്കെ നിങ്ങൾ ഒരു അടിച്ചിട്ട് ഒരു സ്ഥലത്ത് പെർഫ്യൂം നിങ്ങൾ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ക്ലീനേഴ്സിൽ അടിച്ചിട്ട് നമ്മൾ ചുരുട്ടിയിട്ട് ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസം അതിരിക്കും. അല്ലാതെ നമ്മുടെ ബോഡി നമ്മളൊരു റൂം നമ്മൾ എങ്ങനെയാണ് റൂമിൽ എന്ത് നല്ല സ്മെല്ല് ബേഡ് സ്മെല്ല് എന്തുണ്ടായാലും തുറന്നിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അതേമാതിരിയാണ് നമ്മൾ എത്ര വില കൂടി പെർഫ്യൂം ആയാലും അതിന് റേഞ്ച് ഉണ്ട്. ഇനി എല്ലാ കാമുകന്മാർക്ക് വേണ്ടി ഒരു ചോദ്യം. ഇപ്പം നമ്മൾ എല്ലാവരും ഈ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്മെല്ല് അടിച്ചിട്ട് അവരുടെ മുമ്പ് അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള സ്മെല്ല് ഏതാ? ഉണ്ട്, പെർഫ്യൂം ഉണ്ട്. പക്ഷെ അതിന് ആദ്യമായിട്ട് ഈ പെർഫ്യൂം മനസ്സിലാക്കാൻ നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് അവരായിട്ട് ഇടപെടണം. നിങ്ങളുടെ എത്ര നല്ല പെർഫ്യൂം പോലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ നോസ് അപ്പോ നിങ്ങളുടെ ക്യാരക്ടർ ശരിയല്ല, ആ മണം അവർക്ക് വായിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ക്യാരക്ടറാണ് ഏറ്റവും ബെസ്റ്റ് മണം. അതിൻ്റെ കൂടെ ഞങ്ങൾ നല്ല ഏത് പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് ഉണ്ടാകുമ്പോൾ ആ മണങ്ങളെ എന്നും സ്മരണകളായിട്ട് അതാണ് കാര്യം. അല്ലാതെ ഒരിക്കലും ഒരു പെർഫ്യൂം അടിച്ചിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ എന്നെ വന്ന് കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്നെ ഒരിക്കലും കിട്ടില്ല. നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ സ്മൈലും നിങ്ങൾ ഹൗ ടു ബിഹേവ് അവരേറ്റ് അതായിരിക്കും ഏറ്റവും നല്ല മണങ്ങൾ. ഉറപ്പായിട്ടും. യൂസഫ് കാക്കി ഇപ്പോൾ ഒരുപാട് മണങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് നമ്മളുടെ അച്ഛനും അമ്മയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മെല്ല് ഏതാ? മണ്ണിൻ്റെ മണം എന്നോട് പറഞ്ഞു. പെർഫ്യൂംസിൽ ഇപ്പോൾ ഞാൻ അത് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുണ്ടാകും. കാരണം യൂസഫ് ക തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്മെൽ അല്ലെങ്കിൽ ആ പെർഫ്യൂം എന്ന് പറയുന്നത് ഏതാണ്? അതായത് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മലയാള മനോരമയിലെ രാജു മാത്യു അറിയാം രാജു മാത്യു ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂപ്പരോട് ഞാൻ അറിയാതെ പറഞ്ഞൊരു വേർഡുണ്ട്, സുഗന്ധങ്ങളെ തേടി വരുന്നതാണ് ഏറ്റവും നല്ല സുഗന്ധം. അതായത് സുഗന്ധങ്ങളെ തേടി വരുന്നതാണ് ഏറ്റവും നല്ല സുഗന്ധം. അതാണ് ക്യാപ്ഷൻ. ഗംഭീരം. അതായത് നല്ല മണങ്ങളെ തേടി വരുന്നുണ്ടല്ലോ, ആ മണങ്ങളെ കിട്ടാൻ വേണ്ടി അതാണ് ഏറ്റവും അയാളുടെ ഗന്ധം, അതാണ് നല്ല മണം. ഗംഭീരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രേയുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇനി ആരും, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പറയണത്, കാരണം ഇക്കോട് സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു എനർജിയാണ്. സോ എല്ലാവരും ഇവിടെ വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ എത്രയോ സ്മെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കണക്കല്ല ഞാൻ പറഞ്ഞത്, അത്രയും സുഗന്ധമാണ് ഇവിടെ. സോ വരുന്നു, സെലക്ട് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോവുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു തിരക്കിനിടയിൽ ഇത്രയും ടൈം തന്നതിൽ സന്തോഷം. തീർച്ചയായിട്ടും നമ്മളുടെ നല്ല നല്ല പരിമളങ്ങളും നല്ല നല്ല ക്യാരക്ടറായിട്ട് നമ്മളെല്ലാവരിലും അറിയപ്പെടുന്ന ഒരു നല്ല സ്മരണകളായിട്ട് ഇരിക്കട്ടെ. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സ്മരണകളാണ്. അതായത് ഞാൻ എൻ്റെ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത്, പരിമളം പരക്കട്ടെ. പക്ഷെ മണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സുഗന്ധങ്ങളല്ല. സുഗന്ധം എന്ത് മണങ്ങളാവട്ടെ, നിങ്ങളുടെ വ്യക്തിത്വങ്ങളാണ് യഥാർത്ഥ മണങ്ങൾ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും നിങ്ങളുടെ ക്യാരക്ടറാണ്. എവർലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറുകളാണ്. ആ ക്യാരക്ടർ ശരിക്കും നന്നായി ഈ കണ്ണിലൂടെ ഞങ്ങൾ നല്ല സുഗന്ധം പരത്തുന്നത് ഞങ്ങൾ കാണുന്നതും നിങ്ങളുടെ ഈ ചാനലിലൂടെ ആയിരിക്കും. ഓരോ ചാനലിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഒരു വ്യക്തി പോലും നിങ്ങളിലൂടെ ഞങ്ങൾ അറിയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും പരിമളം പരക്കട്ടെ.